രാഹുൽജി, ഫൈനലി വി ഹാവ് ലാൻഡഡ് ഓൺ എ ടാഗ് ലൈൻ. സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ഇന് തടി തുടച്ചു നീക്കാൻ പോകുന്നു. കർഷാമൃത വടകം. ഹൗസ് ഇറ്റ്? നമുക്ക് തടിയന്മാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലേ അവരൊന്ന് കോഴ്സിന് ചേരൂ. തടിയന്മാരെ തുടച്ചു നീക്കാൻ പോകുന്നു. ഹൗസ് ദാറ്റ്? ഓസം രാഹുൽജി, നൈസ്. രാഹുൽജി, നമ്മുടെ പ്രിന്റഡ് ക്യാമ്പയിൻ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. റീത്തോ, നിങ്ങളുടെ ഭർത്താവ് ഒരു പൊണ്ണത്തടിയനോ? ഇത് കൊള്ളാം. തടിയന്മാരുടേതൊരു മോശം സെക്സ് ലൈഫാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കണം. ഗുഡ് വർക്ക്. താങ്ക് യു രാഹുൽജി. വി ഹാവ് 2 more slides. തടി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ? നെക്സ്റ്റ്. മകളുടെ തടി നിങ്ങൾക്ക് അപമാനമോ? തടിയന്മാരുടെ ചുറ്റുമുള്ളവർ കൂടെ നമുക്ക് ഇൻസെക്യൂർ ആക്കണം രാഹുൽജി. നൈസ്. രാഹുൽജി, നമ്മുടെ TV കമേഴ്ഷ്യലിന്റെ കാര്യം. ഓ യെസ് യെസ്. രവിജി, യെസ് ജി. നമ്മുടെ പരസ്യത്തിന് ഒരു സാധാരണ TV ആഡിൻ്റെ ഒരു കോസ്മെറ്റിക് ലുക്കൊന്നും വേണ്ട. എന്താ പറയുക, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ തോന്നണം. യെസ് യെസ്. ജനങ്ങൾ സ്വന്തം അമ്മയെ പോലെ വിശ്വസിക്കണം ഈ ബ്രാൻഡിന്. രവിജി, ഒരു പാർലിജി. താങ്ക് യു ജി. വെൽക്കം ജി. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റും ആണെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ജോയിൻ ചെയ്ത് തടി കുറയ്ക്കാനല്ലേ ഭായി. കൺട്രോൾ, പതറരുത്. എവിടെ പട്ടിണിയെടുത്ത മനുഷ്യന്റെ നട്ടെല്ലാം ഒട്ടിപ്പിടിക്കുക. ദയവായി നിങ്ങളുടെ സെറ്റിംഗ്സ് 84ലേക്ക് മാറ്റുക. എനിക്കിവിടെ തീരെ അങ്ങോട്ട് പിടിക്കണല്ല. എന്തൊക്കെ ഓലോട് പഠിച്ചിരിപ്പിച്ച് കൊല്ലല്ല. ബട്ടൺ സൂറുണ്ടല്ലോ. എന്തൊക്കെയാണ്ടാ? സീരിയസ് ആണോ? മച്ചാനെ, നിനക്ക് പറ്റാത്ത പണിയാണത്. ഈ കോമാളി വേഷമൊക്കെ ഊരി വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാം. ചെറിയ ക്രിസ്മസ് പൊളി പൊളിക്കാം. ഞാനല്ലടാ. ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ കിടക്കാൻ പോണോ? അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കണേണ്. ഇപ്രാവശ്യം ആര് ക്രിസ്മസ് പാപ്പയും? ഈ ടൈമിൽ തന്നെ ഞാൻ ഈ കോഴ്സ് എടുത്തതിൻ്റെ മെയിൻ കാരണം ക്രിസ്മസിനുള്ള ഫുഡും പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ക്രിസ്മസ് പാപ്പ ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിക്കോട്ടെ ഇത്. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. എനിക്ക് യോഗയ്ക്ക് സമയമായി. എടാ, ഞാൻ നൈറ്റ് റൈഡറോട് എന്ത് പറയും? ഇത് വിട്ടിട്ട് പോകുന്ന ലാൻഡ്മേരോട് ഞാൻ എന്ത് പറയും? ശവാസനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ലൂക്കാജി, ലൂക്കാജി, ലൂക്കാ. സൈലൻസ്. ഇന്നലെ 2 മുന്തിരി, ഇന്നൊരു നെല്ലിക്ക. ഇങ്ങനെ പട്ടിണി കിടന്ന് തടി കുറയ്ക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ. ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാവരും പാതി വഴിക്കിട്ടിട്ട് പോയാൽ ലാഭം ആർക്കായി? അല്ല ഭായി, ഈ വിൽ പവർ. എടാ കോപ്പേ, ഫുഡ് അടിച്ചില്ലെങ്കിൽ ആള് കാഞ്ഞു പോലേ. അളിയാ, വെറും വെച്ച് കിടന്ന
നിനക്ക് ഉറക്കം വരുമോ? ദേ നല്ല ചൂട് പുട്ട്, നല്ല ഒന്നാം തരം കടലക്കറി, 2 പപ്പടങ്ങ് പൊടിച്ചിട്ട് ക്രന്ന്. എൻ്റെ അളിയാ, നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നലെ ക്ലിനിക്കിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് 2 പേർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സ്വയം എഴുന്നേറ്റ് നിന്ന് അപ്പോളജൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു കപ്പിളുണ്ടായിരുന്നു. ഈ കോഴ്സ് കൂട്ടായൊരു യജ്ഞമാണ്. ഒരു തുള്ളി തൈര് മതി ഒരു കുടം പാല് പിരിയാൻ. മതിൽ ചാടിപ്പോയി ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് വിശപ്പല്ല, ആർത്തിയാണ്. അതൊരു മാനസിക വൈകല്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വട്ടാന്നാണോ സാറ് പറയണേ? വൈദേസ് ക്ലിനിക് നിങ്ങളുടെ ശത്രുവല്ല. പൊണ്ണത്തടി എന്ന ദുരവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ വന്ന രക്ഷകരാണ്. അച്ചടക്കത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി തുടരാം. സച്ചിൻ, നീ പോവാ? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമുക്കിട്ട് തന്നെ പണിയാനാ. ഇതേതാ ഈ ലാപ്ടോപ്പ്? ആ റിസപ്ഷനിലെ പെണ്ണിൻ്റെയാ. അടിച്ചു മാറ്റിയ? ഏതായാലും കാശ് പോയി. നിനക്ക് നോട്ടുള്ള ആ ഗത നീ എടുത്തോ. എടാ, ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ പട്ടണലാവുന്നു. അവൾ പറഞ്ഞു ചേട്ടാ നിർത്തി പോരുന്നു. നിന്നെ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ മതി നിനക്കും. നിങ്ങളുടെ വടകത്തിനുള്ള സമയമായിരിക്കുന്നു. മിണ്ടാതിരിക്കടി പുല്ലേ.